വാളയാർ കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി വാളയാർ കുട്ടിയുടെ അമ്മയുടെ ചെറിയച്ഛൻ. വാളയാറിലെ 13 വയസ്സുകാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു. 13 വയസ്സുകാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നുവെങ്കിലും കുട്ടിയെ മൊഴി കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ല എന്നും ചെറിയച്ഛൻ. വാളയാർ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായാണ് പെൺകുട്ടികളുടെ അമ്മയുടെ ചെറിയച്ഛൻ രംഗത്തെത്തിയിരിക്കുന്നത്. 13 വയസ്സുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നുവെന്നും 13 വയസ്സുകാരിയുടെ നെഞ്ചിലും കാലിലും തുടയിലും പൊള്ളിയ പാടുണ്ടായിരുന്നുവെന്നും ചെറിയച്ഛൻ പറയുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു 10-15 ആൾക്കാർ ചീട്ട് കളിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ തൂക്കിങ്ങനെ വെച്ച് ഇരുന്നിട്ട് 8-9 ചീട്ടുകെട്ടുണ്ടാവും അവിടെ. അതാണ് നേരിട്ട് കണ്ടത്. ഈ മാറിൻ്റെ ഇടവ മാറുവിൽ ഒരു തീപ്പൊള്ളിയുമായൊരു പാടും തൊടയിലൊരു പാടും കണ്ടത്. അല്ല എൻ്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ ഒരു വീഡിയോ എത്തിച്ചിട്ട് കുത്തിയമ്മയിലുള്ള പാടം, അല്ലാണ്ട് വലുതായിട്ടൊന്നുമില്ല. മറ്റേ കമ്പി വെച്ചാണ് പറഞ്ഞാൽ നീളത്തിലുള്ള ഉണ്ടാവുക. 13കാരിയുടെ തൂങ്ങിമരണവുമായി ബന്ധപ്പെട്ട് പോലീസിന് മൊഴി കൊടുക്കാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നു. എന്നാൽ കുട്ടിയെ മൊഴി കൊടുക്കാൻ അമ്മ സമ്മതിച്ചില്ല. കുറച്ച് ദിവസം തൻ്റെ വീട്ടിൽ അമ്മയും മക്കളും താമസിച്ചിരുന്നുവെന്നും മദ്യപിച്ചതിനാൽ വീട്ടിൽ നിന്നും പോവാൻ പറഞ്ഞതായും ബന്ധു പറയുന്നു. എൻ്റെ മകളിൽ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരു മൊഴി കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് കൂടി രൂപ. എൻ്റെ മകളെ ഏത് മയത്തിലും അവിടേക്ക് കൊണ്ടുപോകാൻ തള്ളി കൂട്ടുകൾ കുട്ടിനെ കൈ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി. ബന്ധുക്കൾ CBIക്കും മൊഴി നൽകിയിട്ടുണ്ട്. 2017 ജനുവരി 13 വാളയാർ അട്ടപ്പള്ളത്ത് 13 വയസ്സുകാരിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 4 9 വയസ്സുകാരിയായ സഹോദരിയെയും വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജനം, പാലക്കാട്.